നീ എവിടേക്കേ കറങ്ങുന്നേ? എനിക്കും ഇങ്ങനെയൊക്കെ പോണെന്നുണ്ട്. വർഷത്തിൽ ഒരു തവണ വെച്ച് ഗർഭിണിയായ പിന്നെ എങ്ങനെ നാട് ചുറ്റാനാ? മുരളി, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. അവർക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്യേ. 4 പേർക്ക് അഡ്രസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. 3 പേര് ഓൺ ദ വേ വന്നോണ്ടിരിക്കുക. നീ ഒന്ന് നിക്ക്. 4ാമത്തെ ആളാരാ? ആരാന്ന് പറയടാ. നിന്നോടല്ലേ ചോദിക്കുന്നേ? ചേടാ, ഇവൻ എന്തൊക്കെയാ കാണിക്കുന്നേ? കണ്ടില്ലേ, ചുമ്മാ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താടാ ചോദിച്ച അതിനോട് ഉത്തരം പറഞ്ഞൂടെ? ആരത്? റാം. ജാനു. മോഹം കൊണ്ടു ഞാൻ ദൂരേതോരീണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താനേ തളിരാർന്നു പൂവനങ്ങൾ. നന്നായിട്ട് പാടിയല്ലേ? ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ജാനു എന്ന് പറഞ്ഞ പാട്ടാ. പക്ഷെ ജാനുവിന് പാട്ടാണ് അവളുടെ ജീവിതം. ഒന്നുകിൽ പാടിക്കൊണ്ടിരിക്കും, അതല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. രാഗം, താളം, പല്ലവി, അങ്ങനെ പലതും സംസാരിക്കും. പക്ഷെ ഞങ്ങൾക്കതൊന്നും മനസ്സിലാവാറില്ല. ജാനു ജനിക്കുന്നതിന് മുൻപ് അവളുടെ അച്ഛനും അമ്മയും ആൺകുട്ടിയുണ്ടായ ബാലസുബ്രഹ്മണ്യൊന്നും പെൺകുട്ടിയാണെങ്കിൽ ജാനകി എന്നും പേരിടാൻ തീരുമാനിച്ചിരുന്നു. അവര് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പാട്ടെന്ന് പറഞ്ഞ ജാനകിക്ക് ജീവനായിരുന്നു. എന്നും അങ്ങനെ തന്നെയായിരുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ അല്ല ഇത് ജാനു പാടുന്ന പാട്ടല്ലേ എന്ന് തോന്നിപ്പോവാറുണ്ട്. ഉടനെ അവളുടെ മുഖമായിരിക്കും മനസ്സിലേക്ക് വരാൻ. അത് അവൾക്കും അറിയാം. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ജാനു മാത്രമായിരിക്കും. എനിക്ക് 90% അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവൾ മാത്രമാണ്. ഒരു ദിവസം പോലും അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അവളെനിക്ക് എൻ്റെ ജീവന. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവൾ എന്തു തന്നെ പറഞ്ഞാലും അതൊക്കെ ഞാൻ കേൾക്കും. അവൾക്ക് എന്തു വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൂ. എപ്പോഴെങ്കിലും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചീത്ത പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. ആ സമയത്ത് വേറെ ആര് ചോദിച്ചില്ലെങ്കിലും ജാനു നോക്കി എന്താടാ എന്തു പറ്റിയെന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ വിഷമങ്ങൾ മാറുകയും ചെയ്യും. എല്ലാവരുടെയും ഇടയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ച് ഞാൻ നടക്കാറുണ്ട്. എനിക്ക് ജാനു എന്ന് വെച്ചാൽ എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഈശ്വരനോട് ഞാൻ എന്നും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈശ്വര, ജാനു എല്ലാ കാലത്തും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണേ എന്ന്. अभिषेक नायर, പ്രസന്റ് സർ. अर्पिता, പ്രസന്റ് സർ. अमित प्रभु, യെസ് സർ. एस जानकी, एस जानकी, जानकी, ആബ്സെന്റ് സർ. लूकास, യെസ് സർ. रामचंद्रन, रामचंद्रन, എടാ സാർ വിളിക്കുന്നു, എനിക്ക്. പ്രസന്റ് സർ. सिट डाउन. काव्या, പ്രസന്റ് സർ. गोपाल, യെസ് സാർ. എന്തു പറ്റി? ടീച്ചർ എന്താ നിന്നെ വല്ല വഴക്കും പറഞ്ഞു? ഹലോ മിസ്റ്റർ, എന്താ പറ്റിയേ? നിന്നോടാ ചോദിച്ചേ, കാര്യം പറ. ജാനു ഇന്ന് സ്കൂളിൽ വന്നില്ല. എന്താ കാരണമൊന്നും അറിയില്ല. अभिषेक नायर, പ്രസന്റ് സാർ. अर्शिता, യെസ് സർ. अमित प्रभु, गिरी, യെസ് സാർ. एस जानकी, जानकी, what happened to her? അറിയില്ല സർ. Please sit down. रामचंद्रन, रामचंद्रन, എടാ വിളിക്കുന്നടാ. സർ, പ്രസന്റ് സർ. പകൽ കിനാവ് കാണുകയാണോ? ഇഡിയറ്റ്. സിറ്റ് ഡൗൺ. കാവ്യ, യെസ് സർ. സതീഷ്, പ്രസന്റ് സർ. സത്യനാഥൻ, ഡാ, ഗിരി, യെസ് സാർ. അവളെ
എന്താടാ എടി ശുഭേ, റാം വിളിക്കുന്ന. എന്താടാ? ജാനു എവിടെ? എനിക്കറിയില്ല. ഇടി വാങ്ങിക്കുന്നീ. അപ്പൊ പിന്നെ എന്റെ കയ്യിൽ നിന്ന് പൂ പറിക്കാൻ പോവും? നീ അവളുടെ കൂട്ടുകാരിയല്ലേ, നിനക്കറിയില്ലേ? ഞാനിപ്പോ നിന്റെ കൂടെ ഇവിടെ ഇരിക്കല്ലേ, പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? അതൊക്കെ ചോദിച്ചറിയണ്ടേ? എല്ലാം ചോദിച്ചറിയാൻ ഞാൻ ന്യൂസ് റിപ്പോർട്ടർ ഒന്നുമല്ല. ജാനുവിന്റെ വീട് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലം കഴിഞ്ഞു പോയാ അവിടെ അടുത്ത് എവിടെയോ ആണ്. വീട്ടിൽ പോകുമ്പോ നമുക്ക് നോക്കിയിട്ട് പോവാം. ആ ശരി. ഇവിടെ എവിടെയോ ആണ്. നമുക്ക് തിരിച്ചു പോയാലോ? ദേ ഒരുപാട് ലേറ്റ് ആയടാ. വൈകി വീട്ടിൽ ചെന്ന അമ്മ എന്നെ വഴക്ക് പറയും. എന്തായാലും അവള് തിങ്കളാഴ്ച വരുമല്ലോ. എന്താടാ എത്ര ലേറ്റ് ആയ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. സൂക്ഷിച്ചു പോടാ. എന്താടാ നിനക്കെന്താ മര്യാദക്ക് വരാൻ പാടില്ലേ? കേറി പോ പോ. എടാ നീ ജാനു വന്നടാ. ഹേ ജാനു. 4-5 ദിവസത്തിന് ശേഷമാണ് ഞാൻ ജാനുവിനെ കാണുന്നത്. അവൾക്കൊട്ടും വയ്യായിരുന്നു. സാധാരണ പോലെ ആയിരുന്നെങ്കിൽ ഓടിച്ചെന്ന് അവളുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു. പക്ഷെ ആ ദിവസം നിന്നിടത്ത് നിന്ന് ഒരടി പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. ഞാനൊഴികെ അവിടെയുള്ള എല്ലാവരും അവളോട് സംസാരിച്ചു. എനിക്ക് അവളുടെ അടുത്ത് പോയി അവളുടെ കൈകൾ പിടിച്ച് എന്തുകൊണ്ട് ഇത്ര ദിവസം വന്നില്ല, നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയൂ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. എന്തു പറ്റി മോളെ? തീരെ വയ്യാതിരിക്കുന്ന പോലെ 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് വന്നാ പോരായിരുന്നോ? ഇല്ല സർ, കുഴപ്പമില്ല. ശുഭ, അവളെ നോക്കിക്കോളൂ. ശരി സർ.
അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് അതാണ് എൻ്റെ ഫസ്റ്റ് ലവ് എന്ന്. എൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പെട്ടെന്നൊരു വലിയ സന്തോഷം എൻ്റെ മനസ്സിനുള്ളിൽ അലയടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. എൻ്റെ സന്തോഷം എനിക്ക് അടക്കാൻ പറ്റാത്തതായിരുന്നു. അതിനുശേഷം ജാനുവിൻ്റെ അടുത്ത് എനിക്ക് നോർമലായിട്ട് സംസാരിക്കാനേ പറ്റില്ലായിരുന്നു. എന്തോ ഒരു തടസ്സം പോലെ. അവളെന്നെ നോക്കിയാൽ മാത്രം മതി, പിന്നെ ഞാനല്ലാതായി പോകുന്ന അവസ്ഥയാണ്.